പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാനൊരുങ്ങുന്ന നേരം നിങ്ങൾക്കറിയാലോ, ഇന്ന് ഒരു കള്ളനോട്ട് യന്ത്രം കണ്ടെത്തുക ചെയ്ത്. ആ കള്ളനോട്ട് യന്ത്രം കണ്ടുപിടിച്ചു 2000-ന്റെയും 500-ന്റെയും പുത്തൻ നോട്ടുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാരാ ചെയ്തത്? നമ്മളാരും ചെയ്തതല്ല. അവനവന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്, പ്രഖ്യാപിച്ചവന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. എന്തൊക്കെ പുളുവടിയായിരുന്നു. 2000-ന്റെ നോട്ട് സാറ്റലൈറ്റ് കണ്ടുപിടിക്കും, 400 അടി താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും, അതിന്റെ അകത്ത് 17ഓളം വരുന്ന മുദ്രകളുണ്ട്. അത് കൈകാര്യം ചെയ്ത് പുറത്തേക്കിടാൻ ഏതു തരത്തിൽ വന്നാലും കള്ളനോട്ട് തിരിച്ചറിയാനുള്ള അസാധ്യമായ ടെക്നോളജി അതിൽ പതിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ തേങ്ങാകൊല നിങ്ങൾ പറഞ്ഞത്? അവസാനം എന്തായി? പവനായി ശവമായി. ആരാ ചെയ്തത്? അവനവന്റെ പാർട്ടിയിൽ നിന്ന്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതൊരു ലീഗുകാരനോ കോൺഗ്രസുകാരനോ അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ ചെയ്തതല്ല, അവനവന്റെ പാർട്ടിയിലുള്ളവനാ ചെയ്തത്. ഇതിന്റെ അർത്ഥം എന്റെ അപ്പൂപ്പനായ നേതാവിന് പുളുവടി മാത്രമേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞതിന് ചുക്ക് വിലയില്ല, നേതാക്കളായ ഞങ്ങൾക്കറിയാന്ന് അദ്ദേഹം തെളിയിച്ചത്. ഈ അസാധ്യ ടെക്നോളജി ഉള്ള ഈ സാധനം അവനവന്റെ കക്കൂസിന്റെ ഉള്ളിൽ ഇരുന്ന് അടിക്കാന്ന് അപ്പൊ തെളിയിച്ച അദ്ദേഹം. എന്തൊക്കെയായിരുന്നു നിങ്ങളെ വാചാരത്തരം ആ സംഭവത്തെക്കുറിച്ച്? ഞങ്ങൾ അന്നേ പറഞ്ഞതാ, ഇത് പൊട്ടീസാണ്, ഇത് പുളുവടിയാണെന്ന്. അല്പമെങ്കിലും ഈ കഴിഞ്ഞ മെട്രോ ഉദ്ഘാടനത്തിന് വന്ന സമയത്തെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കിൽ ഒരു ഇത്തിരിയും കൂടി വിശ്വാസം ബാക്കിയുണ്ട്. ഇതോടുകൂടി തീർന്നു. ഇതാണ് കഥ. ഇതിൽ എന്തുണ്ട്? ഏതൊക്കെ ബാങ്കുകളിൽ ഈ പണം കയറിയിറങ്ങി? ആരൊക്കെ കയ്യിൽ ഈ പണം എത്തിക്കഴിഞ്ഞു? എത്ര സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിത്തീർന്നു? എവിടുന്ന അത് കണ്ടുപിടിച്ചത്? ആരാ? നിങ്ങൾ ടെക്നോളജി പറഞ്ഞു കൊടുത്തിട്ടാ ഈ പണം പിടിച്ചത്? പലിശക്ക് നടന്നിട്ട് അതിൽ നിന്ന് സംശയം തോന്നിയ ഭാഗത്തു നിന്ന് അറിഞ്ഞ കാര്യമാണ്. മനസ്സിലായില്ലേ? കേരള പോലീസിന്റെ ആ തൊപ്പിന്റെ പവറാണ് കാണിച്ചത്. അത് ഭരിക്കുന്നവന്റെ കഴിവാ. അത് നിങ്ങൾ തമ്പ്രാക്കന്മാർ അവിടെ ഭരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും ഈ സംഭവം ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതിങ്ങനെയാണെങ്കിൽ ഈ ടെക്നോളജി പറഞ്ഞു കൊടുത്തവൻ അവിടെ ഇല്ലേ? ഈ മെഷീൻ ഒരാൾക്ക് വേണ്ടി ഇറക്കിയതല്ലോ, ആയിരക്കണക്കിന് മെഷീനും അതുപോലെ തന്നെ നോട്ടീസും പോവാനേ സാധ്യതയുള്ളൂ. ഇത് സൂക്ഷിക്കണം. അതിന്റെ കൂടെ ഒരു നൂലാമാല ഉണ്ടല്ലോ ഇപ്പം വരുന്നത്. ആധാറുമായി സകലതും ബന്ധിപ്പിക്കണം. പെറ്റുവീണ കുട്ടിയെ പോലും ആധാറിൽ ബന്ധിപ്പിക്കണം. എന്നിട്ട് വരാൻ പോണ ചതി എന്താ? ഏത് നേരവും ഒരു പൈസ പോലും കയ്യിലില്ലാത്ത രീതിയിലേക്ക് ക്യാഷ്ലെസ് മണി എന്ന സംവിധാനത്തിലേക്ക് നമ്മളെ വളച്ചു കൊണ്ടുപോയിട്ട് ആവശ്യമുള്ളവനെ മാത്രം പണമുള്ളവനാക്കി ബാക്കി ആരോടൊക്കെയോ ദേശമുണ്ട് അവനൊക്കെ ആ സെക്കൻഡ് വെച്ച് ദരിദ്രനാക്കാൻ കഴിയും. ഒരു നിമിഷ നേരം കൊണ്ട് ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി നിൽക്കുന്ന കമ്പ്യൂട്ടറിൽ കളിക്കുന്ന കളികൾ കൊണ്ട് ഒരു സെക്കൻഡ് വെച്ച് ഒരാളെ പാപ്പരാക്കി മാറ്റാൻ കഴിയുന്നുള്ളതാണ്. കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല, മീൻ വാങ്ങാൻ പോലും പൈസ ഉണ്ടാവില്ല, ഉമിനീരിറക്കി ജീവിക്കേണ്ടി വരും. കാരണം തീരുമാനിച്ചാൽ മതി, പണം കൊടുക്കുന്ന ബാങ്കോ സിസ്റ്റമോ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം. പിന്നെ ശ്വാസം വിടാൻ കിട്ടും പുറത്തുനിന്ന്. അന്നത്തിന് വക വേറെ നോക്കേണ്ടി വരും. പൈസകൾ മുഴുവൻ ഇതേപോലെ ഈ ആധാർ വഴിയാക്കി ക്യാഷ്ലെസ് വഴിയാക്കി കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഇതിനെതിരെ ഇറങ്ങി ഇതിലെ മനുഷ്യാവകാശ ലംഘനം എത്രമാത്രം നടന്നിട്ടുണ്ടെന്ന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ തലവെച്ച് കൊടുക്കൊന്നും വേണ്ട, അന്വേഷിക്കണം ഇത് എന്തിന് ഏതിന്. അപ്പൊ ഈ എല്ലാത്തിനും കൊണ്ട് തലവെക്കുന്നതിന് മുന്നേ അന്വേഷിക്കൽ നിർബന്ധം. അതിനപ്പുറം നൂലാമാലയാണ് ഇപ്പൊ ആധാറും പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന്. ചെയ്യുന്നോണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ പലരും പിടുത്തപ്പെട്ടിരിക്കുകയാണ്. ആധാറിനെ തിരിച്ച് പാൻ കാർഡിന്റെ ലെവലിലേക്ക് അഡ്രസ്സിലേക്ക് മാറ്റി. അപ്പൊ ആധാർ എവിടൊക്കെയോ കൊടുത്ത റേഷൻ കാർഡ് തൊട്ട് സകല സാധനത്തിലും കൊടുത്ത സാധനം ആധാർ. ഇത് തിരുത്തുക ചെയ്തത്. ഈ ആധാർ തിരുത്തിയോട് കൂടിയിട്ട് ഒരു പാൻ കാർഡിന് ചെരുപ്പിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? കാല് മുറിച്ചു. എന്തിന് ഇത്തരത്തിൽ ക്രൂരത കാണിച്ചു? പാൻ കാർഡിൽ തന്നെ തിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് പോയി ചെയ്യണം. അതിന് ടൈം എടുക്കുന്നാ പറഞ്ഞേ. ഇത്ര ഞെട്ടാനൊന്നുമില്ല, ആരും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. സമയം എടുക്കെങ്കിൽ എടുത്തോട്ടെ. ഏതെങ്കിലും ഒരു കാർഡ് മര്യാദക്കോ അച്ചടക്കത്തുള്ളതായി തീരണമെങ്കിൽ ആധാറിൽ വൃത്തിയായി കൊണ്ടു നടക്കണം. എന്നിട്ട് അതിനനുസരിച്ച് മറ്റുള്ള പറഞ്ഞ് ഞെട്ടിച്ചുകൊണ്ട് നമ്മളെ വ്യത്യസ്തമായ രീതിയിലേക്ക് അഡ്രസ്സിലേക്കാക്കി മാറ്റുക ചെയ്യുന്നത്. എന്തായാലും ഇപ്പൊ പൊളിച്ചടക്കിയല്ലോ, സന്തോഷമായി. ഇതോടുകൂടി ഇനി പല ഭാഗത്തുനിന്നും കള്ളനോട്ടടി വരും. ഇത് ദയവായിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനത്തെ പുളുവടിയായിട്ട് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് ശരിയായില്ല. ഈ ടെക്നോളജികളൊക്കെ നിങ്ങളവിടെ പറയുമ്പോൾ തന്നെ കയ്യിലടിക്കുന്ന നിങ്ങളതായ, പ്രത്യേകിച്ച് ഈ വക ആൾക്കാർക്കാണ് വിവരം കുറവെന്നാ പറഞ്ഞ അവരെ കയ്യിൽ തന്നെ ഈ ടെക്നോളജി എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താ അവസ്ഥ? ഗുഡ് ബൈ.